ഹലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് രായരനെല്ലൂർ മല കയറാനാണ് കേട്ടോ. രായരനെല്ലൂർ മല കുറെ ആൾക്കാർക്ക് അറിയുന്നതല്ലേ. നമ്മള് പണ്ടൊക്കെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് നാരായണ ഭ്രാന്തനെ കുറിച്ചിട്ട്. എന്താ നാരായണ ഭ്രാന്തൻ ഈ കല്ല് ഉരുട്ടിയിട്ട് മല മുകളിലേക്ക് ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്, മുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുട്ടും, അതേപോലെ മുകളിലേക്ക് ഉരുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോറീസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ മലയാണ് ഈ രായരനെല്ലൂർ മല എന്നാണ്. അപ്പൊ അതിന് മുകളിൽ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് ചെയ്യാറുണ്ട് ഞങ്ങളാണ് പോണത്. ഒരു പ്രാവശ്യം ഞാനും ശ്രീയേട്ടനും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയത് ഈ മല കയറണ കുറച്ച് ആരോഗ്യം തന്നെ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് അവിടെ കയറി കഥ പറഞ്ഞു നിൽക്കണം. കാരണം എല്ലാവരും ക്ഷീണിച്ചിട്ടോ മേലേക്ക് എത്തിയിട്ട്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, സ്റ്റെപ്പ് ആയിരുന്നല്ലോ, മലകൾ ഇങ്ങനെ നമ്മളും കുത്തിപ്പിടിച്ച് കയറണമായിരുന്നു എന്ന്. അപ്പൊ ഇതാണ് നാരായണപുരാന്റെ സ്റ്റാച്ചു അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കൊടുത്ത് നല്ല സൈറ്റ് ആയിട്ടോ ആ മുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ കയറുന്ന നോക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇറങ്ങിയപ്പോഴേക്കും അമ്പാടി ആകെ ക്ഷീണിച്ച് ഉറങ്ങിയിട്ടോ. അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്ര